ബ്യൂട്ടി ഫുഡിൽ ഇന്ന് റോസ് പെറ്റൽസ്, ഇത് നാടൻ റോസ് പെറ്റൽസാണ്. അതിൻ്റെ പെറ്റൽസൊക്കെ അടർത്തി കഴുകി വെച്ചിരിക്കുന്നതാണിത്. നമുക്കിതുകൊണ്ട് ഇന്ന് റോസ് വാട്ടർ തയ്യാറാക്കാം. റോസ് വാട്ടറിൽ നമ്മൾ റോസ് പെറ്റൽസ് മാത്രമല്ല, അതിലേക്ക് ഇത് ഇരട്ടി മധുരമാണ്. ഇരട്ടി മധുരം നമ്മുടെ സ്കിന്നിന് വളരെ ഗുണം ചെയ്യുന്നതാണ്. സ്കിന്നിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ പ്രോബ്ലംസിനും നമ്മൾ ഇരട്ടി മധുരം നമ്മൾ ഉപയോഗിക്കും. ഒരുവിധം നമ്മുടെ എല്ലാ ക്രീമുകളിലും ഈ ഇരട്ടി മധുരത്തിൻ്റെ എക്സ്ട്രാക്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ റോസ് വാട്ടറിൽ ഈ ഇരട്ടി മധുരം കൂടെ ചേർത്ത് വേണം നമ്മൾ റോസ് വാട്ടർ ഉണ്ടാക്കാൻ. ആയുർവേദ കടകളിലെല്ലാം ഈ ഇരട്ടി മധുരം വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ പൗഡറും കിട്ടും. ഇങ്ങനെ പീസസായിട്ട് വാങ്ങിയാൽ നമുക്ക് സംശയിക്കേണ്ട, എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ, അത് പ്യുവറാണോ എന്നൊന്നും നമുക്ക് സംശയിക്കേണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ തന്നെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ വാങ്ങാൻ ശ്രമിക്കുക. നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം ഇതിലിട്ട്. ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇരട്ടി മധുരം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇരട്ടി മധുരം നമ്മുടെ സ്കിന്നിന് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ്. ഇത് ഇങ്ങനെ അങ്ങ് നമ്മൾ റോസ് പെറ്റൽസിൻ്റെ കൂടെ ഇതുകൂടെ ചേർക്കാം. ഇതൊരു 15 പൂക്കളുണ്ട്. 15 പൂവിൻ്റെ ഇതളുകളാണിത്. ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡോ ഒരു കട്ടിയുള്ള ഒരു എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇനി ഇതിലേക്കൊരു 15 പൂക്കളാണ്. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരു പാത്രം, ഒരു ഉണങ്ങിയ പാത്രം ഇങ്ങനെ ഇതിന് നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഈ താഴത്തെ സ്റ്റാൻഡ് വെക്കുന്നത് ഈ പാത്രം ഈ വെള്ളത്തിൽ ഫ്ലോട്ട് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത്. അങ്ങനെ കട്ടിയുള്ള എന്തെങ്കിലും ഒന്ന് വെച്ചാൽ മതി. ഗ്യാസ് ഓണാക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ലിഡ് ഇങ്ങനെ തിരിച്ചടച്ച് വയ്ക്കണം. ഇതിൻ്റെ ഈ പിടിക്കുന്ന ഭാഗം താഴെ വരണം. ഇതിന് ചെറിയൊരു ഹോളുണ്ടല്ലോ ഇവിടെ. ഇത് നമുക്ക് ഈ റോസപ്പൂവിൻ്റെയും ഇതുകൊണ്ട് തന്നെ, ഈ തണ്ട് കൊണ്ട് തന്നെ അങ്ങ് അടച്ച് വയ്ക്കാം. ആട്ട കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ മൈദ കൊണ്ടോ ഒക്കെ കുഴച്ച് അടച്ച് വയ്ക്കാം. ഇതുകൊണ്ട് തന്നെ അടച്ച് വെച്ചാലും മതി. ഇതിൽ നിന്ന് തിളയ്ക്കുന്ന വെള്ളം നീരാവിയായി ഇതിൽ പറ്റിയിട്ട് ഇതിൽ വരുന്ന നീരാവി തണുത്ത് വേണം ഈ നടുക്ക് നമുക്ക് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വീഴാൻ. അതിനായിട്ട് നമുക്ക് ഇത് ചൂടായി വരുമ്പോൾ, നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിൽ നമുക്ക് ഐസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ആ വെള്ളമെല്ലാം കണ്ടൻസായിട്ട് താഴെ അതിലേക്ക് വീണോളൂ. ഇത് പ്യുവർ റോസ് വാട്ടറാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിൽ കെമിക്കൽസ് ഒന്നും ഇല്ല. ഇത് നമുക്ക് ടോണറായിട്ട് ഉപയോഗിക്കാം, നമ്മുടെ ഹൈഡ്രേഷൻ ഉപയോഗിക്കാം, മേക്കപ്പ് റിമൂവറായിട്ട് ഉപയോഗിക്കാം. ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട് ഇതിന്, ഈ റോസ് വാട്ടറിന്. നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് നമ്മുടെ മുഖത്തേക്കോ നമ്മുടെ സ്കിന്നിലേക്കൊക്കെ ഇത് സ്പ്രേ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. പഫി ഐസൊക്കെ ഉള്ളവർക്ക് ഇത് കോട്ടൺ പാഡിൽ മുക്കി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കോട്ടൺ പാഡിൽ മുക്കി നമുക്ക് കണ്ണിൽ വെച്ചാൽ കണ്ണിൻ്റെ ആ പഫിനെസ്സൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. ഇത് നല്ല മണമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന പൂവല്ലേ. ഇതിന് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഫ്ലവർ ആയത് കാരണം ഇതിന് നല്ല മണമുണ്ട്. ഇതിന് ഇങ്ങനെ ഈ ഐസ് മെൽറ്റായി വരുന്ന വെള്ളം അങ്ങ് കോരിക്കളയാം. ഫ്രഷ് ഫ്ലവേഴ്സ് ഇങ്ങനെ ഒത്തിരി കിട്ടിയില്ല എങ്കിൽ കിട്ടുന്ന ഫ്ലവേഴ്സൊക്കെ ഒന്നോ രണ്ടോ ഫ്ലവേഴ്സൊക്കെ കിട്ടിയുള്ളെങ്കിൽ അങ്ങനെ വിരിഞ്ഞ് വരുന്ന പൂക്കൾ നമ്മൾ അത് പറിച്ച് ഉണക്കി വെച്ചിരുന്നാൽ ആ ഉണങ്ങിയ ഫ്ലവേഴ്സ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാം. ഇങ്ങനെ എന്നാലും അതിനും നല്ല ഗുണമുള്ള റോസ് വാട്ടർ തന്നെ കിട്ടും. ഒന്നിച്ചൊത്തിരി പൂക്കൾ കിട്ടിയില്ല എന്ന് കരുതി ഇത് തയ്യാറാക്കാതിരിക്കണ്ട. പൂക്കൾ ഉണക്കി വെച്ചിരുന്നാലും മതിയാവും. തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് ഈ റോസ് വാട്ടർ തയ്യാറാക്കിയെടുക്കാൻ.
ഇത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊരുവിധം ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇത്രയും റോസ് വാട്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പക്ഷേ അധിക ദിവസം വെക്കാൻ പറ്റത്തില്ല. ഇത് 2-3 ദിവസം കഴിയുമ്പോൾ ഇത് കേടായി പോകും. ഫ്രിഡ്ജ് വെക്കണം. എങ്കിലും 2-3 ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജ് വെച്ചും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഉപയോഗിക്കണം. ഇത് കളയാതെ നമുക്ക് ഉപയോഗിക്കാം. ഇതിനും റോസിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിനുണ്ട്. ഇത് പക്ഷേ ഈ റോസ് വാട്ടർ അല്ല ഇത് ഈ പൂക്കൾ ഇതിൽ കടന്ന് വെന്ത് കാരണം ഇത് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2-3 ദിവസത്തേക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാം. ഇത് കളയാതെ നമുക്ക് ഉപയോഗിക്കണം. ഇപ്പോൾ തയ്യാറാക്കിയ റോസ് വാട്ടറാണിത്. ഇത്രയും റോസ് വാട്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ടോണറായിട്ട് ഉപയോഗിക്കാം. സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് നമുക്കിതൊരു ഫേസ് മിസ്റ്റായിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ ഇത് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണിത്. ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് ഇത്. അത് കാരണം മുഖക്കുരുവോ മുഖത്ത് ഈ റെഡ്നെസ് ഒക്കെ വരുന്നവർക്ക് ഇത് വളരെ നല്ലതാണ്. ഇത് മേക്കപ്പ് റിമൂവറായിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ നമുക്ക് ഇത് ഗുലാബ് ജാമുന്, ബിരിയാണി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കാനും ഈ റോസ് വാട്ടർ, പ്യുവർ റോസ് വാട്ടറാണിത്. അതുകൊണ്ട് നമുക്കിത് ഉപയോഗിക്കാം. ഞാനൊന്ന് സ്പ്രേ ബോട്ടിലിലോട്ട് ഒഴിക്കട്ടെ. ഇങ്ങനെ സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് നമുക്ക് ഫേസ് മിസ്റ്റായിട്ടിത് ഉപയോഗിക്കാം. റോസപ്പൂവൊക്കെ ഉള്ളവർ കളയാതെ ഇങ്ങനെ ഇത് ഉപയോഗപ്പെടുത്തണം. ഇത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഇത് എത്ര പറഞ്ഞാലും ഇതിൻ്റെ ഗുണങ്ങൾ തീരത്തില്ല. അത്ര അധികമുണ്ട് റോസ് വാട്ടറിൻ്റെ ഗുണങ്ങൾ. അതുകൊണ്ട് പ്യുവർ റോസ് വാട്ടർ തന്നെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കാൻ ശ്രമിക്കണം. ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു 20 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി. ചെറിയ തീയിൽ വളരെ കുറച്ച് സിമ്മിലിട്ട് വേണം ഇത് 20 മിനിറ്റ് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ.